نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനം നിറഞ്ഞ രക്ഷിതാക്കളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നാം ഏവരെയും സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മെ ഏത് സമയത്തും കാണുകയും അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പ്രത്യേകിച്ച് നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളിൽ കാത്തു സൂക്ഷിക്കണേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വന്ന് പ്രവാചകനോട് ചോദിക്കുകയാണ്, അയ്യുൽ അഅമാലി
അഹബ്ബു ഇലല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും പ്രിയം നിറഞ്ഞ ഇബാദത്ത് ഏതാണ്, ആരാധന ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദിന്റെ ചോദ്യത്തിന് കൊടുത്ത മറുപടി അസ്വലാത്തു അലാ വഖ്തിഹ, നമസ്കാരം അതിൻ്റെ കൃത്യസമയത്ത് സമയബന്ധിതമായി നിർവഹിക്കുക എന്നതാണ് ലോകത്തിന്റെ സൃഷ്ടാവിന് ഒരടിമ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പ്രിയം നിറഞ്ഞത് എന്നാണ്. ഇബാദത്തുകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ആരാധനകളുണ്ട്. ആ ആരാധനകളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം സമയത്ത് നമസ്കരിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം ഏറെ പുണ്യമുള്ളതും പരലോകത്ത് വിശ്വാസിയോട് ആദ്യം ചോദ്യം ചെയ്യുന്നതുമായ കർമ്മമാണ് നമ്മൾ നിർവഹിക്കുന്ന നമസ്കാരം എന്ന് പറയുന്നത്. നമുക്കറിയാം വേറെ ഏതൊരു ഇബാദത്തിനും നമുക്ക് ഇളവുകൾ കാണാൻ പറ്റും. നോമ്പ് ആരോഗ്യമുള്ളവൻ നിർവഹിച്ചാൽ മതിയാകും. സക്കാത്ത് എന്നത് സമ്പത്തുള്ളവൻ അത് കൊടുത്താൽ മതിയാകും. ഹജ്ജാണെങ്കിൽ അതിന് ശേഷിയെത്തിയ സാമ്പത്തികമായും ശാരീരികമായും കഴിവുള്ളവൻ മാത്രമാണ് അത് നിർബന്ധമാകുന്നത്. എന്നാൽ നമസ്കാരം ഒരാൾക്കും വിട്ടുവീഴ്ചയില്ലാത്ത ഇബാദത്താണ്. രോഗിയാണോ? പ്രവാചകന്റെ അടുക്കലേക്ക് രോഗിയായി ഒരാൾ കടന്നു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് നമസ്കാരം എന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് ഇളവുകളില്ല, മറിച്ച് അയാൾക്ക് സ്വല്ലി ഖായിമൻ, സാധിക്കുമെങ്കിൽ നിന്നു നമസ്കരിക്കണം, ഫഖായിദൻ അല്ലെങ്കിൽ ഇരുന്നു നമസ്കരിക്കണം, അല്ലെങ്കിൽ ഫഅലാ ജംബിൻ കിടന്നുകൊണ്ട് നമസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ഏതു സന്ദർഭത്തിലാകട്ടെ ഒരു മനുഷ്യൻ നമസ്കാരം ഒഴിവാക്കുക എന്നത് അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു കൊടുത്തിട്ടില്ല. ഏതു സമയത്തും അവന് നമസ്കാരം എന്നത് വളരെ കണിശമായി നിർവഹിക്കേണ്ട കാര്യമാണ്. നമുക്കറിയാം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പുള്ള സമുദായങ്ങൾക്ക് നമസ്കാരം നിർബന്ധമായിരുന്നു. സൂറത്തു ത്വാഹയിൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമക്ക് നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടതുമായ ആയത്ത് നമുക്ക് കാണാൻ സാധിക്കും. തുവാ താഴ്വരയിൽ വെച്ച് മൂസാ നബി അലൈഹിസ്സലാമയോട് അള്ളാഹു സംസാരിക്കുകയാണ്. മൂസാ നബിയോട് അള്ളാഹു പറയുന്നത്, എന്റെ സംസാരത്തെ വഹി നൽകപ്പെടുന്നതിന് നീ സാഗൂതം ശ്രദ്ധിച്ചു കേൾക്കുക. എന്നിട്ട് മൂസാ നബിക്ക് നൽകിയ വഹി എന്താണ്? ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി. ആദ്യം പറഞ്ഞു കൊടുത്തത് തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലയാണ്. അല്ലാഹു അല്ലാതെ മറ്റൊരാളെയും ആരാധിക്കരുത്, ഇബാദത്ത് ചെയ്യരുത്. എന്നിട്ട് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തതാണ് വഅഖിമിസ് സ്വലാത്ത ലിദിക്രി, നമസ്കാരം നിലനിർത്തുകയും ചെയ്യുക. എന്നെ ഓർക്കാൻ വേണ്ടി നമസ്കാരം നിലനിർത്തുക എന്നതാണ് മൂസാ നബി അലൈഹിസ്സലാമക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ മുൻ സമുദായങ്ങൾക്കെല്ലാം നിർബന്ധമാക്കപ്പെട്ട ഇബാദത്താണ് നമസ്കാരം എന്നത്. വഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയബന്ധിതമായി വിശ്വാസികൾക്ക് നിർബന്ധമാക്കപ്പെട്ട ഒരു ഇബാദത്താണ്. നമുക്കറിയാം കാഫിറുകൾക്കും മുസ്ലിമീങ്ങൾക്കും ഇടയിൽ അവരെ വേർതിരിക്കുന്ന ഘടകം യഥാർത്ഥത്തിൽ നമസ്കാരമാണ് എന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫമൻ തറക്കഹ ഫഖദ് കഫറ, ആരെങ്കിലും ആ നമസ്കാരത്തെ ഉപേക്ഷ വരുത്തിയാൽ അവൻ കാഫിറായി, അവൻ നിഷേധിയായി എന്നാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മിഅ്റാജ് വേളയിലാണ് നമസ്കാരം നിർബന്ധമാക്കപ്പെടുന്നത്. അവിടെ ആദ്യം 50 വഖത്തായിരുന്നു. എന്നാൽ മൂസാ നബി അലൈഹിസ്സലാം തിരിച്ചു വരുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാമയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അങ്ങനെ പ്രവാചകൻ നിരന്തരമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എന്റെ ഉമ്മത്തിന് ആവുകയില്ല എന്ന് പറയുമ്പോൾ അത് 5ലേക്ക് 45, 40 ഇങ്ങനെ എണ്ണം കുറച്ച് 5 വഖത്താക്കുകയും എന്നിട്ട് 50-ന് ഈ 50ന്റെ പ്രതിഫലം ഈ 5 വഖത്തിന് ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. ഇവിടെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു ഇബാദത്താണ് നമ്മൾ നിർവഹിക്കുന്ന നമസ്കാരം എന്നത്. നമുക്കറിയാം വിശുദ്ധ ഖുർആനിലെ സൂറത്തു മുഅ്മിനൂനിലെ വചനങ്ങളിൽ നമുക്ക് കാണാം, അവിടെ വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ആയത്തിന്റെ ചുവട്ടിൽ ആ വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ട ധാരാളം ഗുണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നുണ്ട്. അവിടെ 23-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ട കുറെ ഗുണങ്ങൾ അവിടെ എണ്ണി പറയുന്നുണ്ട്. അവിടെ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരവരുടെ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ്. എന്നിട്ട് കുറെ കാര്യങ്ങൾ വിശദീകരിച്ചു വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നത് വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിളൂൻ, അവർ അവരുടെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ സൂക്ഷിക്കുന്നവരാണ്. സൂറത്തു മാരിജിലും നമുക്ക് കാണാം അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ, അവരവരുടെ നമസ്കാരം പതിവാക്കുന്നവരാണ് വിശ്വാസികൾ എന്നാണ്. ഇവിടെ സഹോദരങ്ങളെ, നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. നമസ്കാരം
നമ്മൾ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്? പ്രത്യേകിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും നമസ്കാരം അത് ജമാഅത്തായി തന്നെ നിർവഹിക്കണം എന്നതാണ് പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതിന് പണ്ഡിത ലോകത്ത് ജമാഅത്തുമായി ഒരു വ്യക്തിയുടെ നമസ്കാരം എങ്ങനെ നിർവഹിക്കപ്പെടണമെന്ന് പണ്ഡിത ലോകത്ത് ചർച്ചയുണ്ട്, പ്രമാണങ്ങൾ വെച്ചുകൊണ്ടുള്ള ചർച്ച. അവിടെ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, ഒരാൾ നമസ്കാരം പള്ളിയിൽ വന്ന് ജമാഅത്തായി തന്നെ നിർവഹിക്കുക എന്നത് വാജിബാണ് എന്നാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിന് പണ്ഡിതന്മാർ തെളിവുകൾ ഉദ്ധരിക്കുന്നുണ്ട്. വാജിബാണ്, നിർബന്ധമാണ് എന്നാണ്. ഏതുവരെ എന്ന് ചോദിച്ചാൽ, ഒരാൾ ഇവിടെ ഈ പള്ളിയിൽ നടക്കുന്ന ളുഹ്ർ നമസ്കരിക്കാതെ മറ്റു ഉദ്റുകളൊന്നുമില്ലാതെ ഒരാൾ വീട്ടിൽ നിന്ന് നമസ്കരിച്ചാൽ അയാളുടെ നമസ്കാരം സ്വീകരിക്കപ്പെടുമോ എന്ന ചർച്ച പോലും പണ്ഡിത ലോകത്ത് നടത്തുന്നുണ്ട്. എന്താണ് അതിന് തെളിവുകൾ? ഒന്നാമത്തത്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമുമായി ബന്ധപ്പെട്ട ഒരു സംഭവം. അദ്ദേഹം കണ്ണു കാണാത്ത സഹാബിയാണ്. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് പ്രവാചകനോട് സുബ്ഹി ജമാഅത്തിനും ഇശാ ജമാഅത്തിനും പ്രവാചകനോട് ഇളവ് ചോദിക്കുകയാണ്. പ്രവാചകൻ, എനിക്ക് ഈ 2 നമസ്കാരങ്ങൾക്ക് ഇളവ് തരണം. കാരണം അദ്ദേഹം പറയുന്ന കാരണങ്ങൾ എന്താണ്? കണ്ണു കാണാത്ത സ്വഹാബിയാണ്. അതേപോലെ എന്റെ കൈ പിടിച്ച് പള്ളിയിലേക്ക് മസ്ജിദുൻ നബവിയിലേക്ക് കൊണ്ടുവരാൻ ഒരാളില്ല. ഞാൻ വരുന്ന വഴി ദുർഘടമായ വഴിയാണ്. മാത്രമല്ല വിഷജന്തുക്കൾ നിറഞ്ഞ, അതേപോലെ കിലോമീറ്ററുകൾ യാത്ര ചെയ്തിട്ടാണ് ഞാൻ പള്ളിയിലേക്ക് എത്തേണ്ടത്. എനിക്ക് ഇളവുകൾ നൽകാമോ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം ചോദിക്കുന്നത്. ആ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിനോട് ആദ്യം പ്രവാചകൻ ഇതിനെ അനുവദിച്ചെങ്കിലും പിന്നീട് പ്രവാചകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിനെ തിരിച്ചു വിളിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ ചോദിക്കുന്നത്, അത്തസ്മഉൻ നിദാ, ബാങ്ക് കേൾക്കാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു പറയാണ്, നഅം, അതെ, ബാങ്ക് കേൾക്കാറുണ്ട്. ആ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിനോട് പ്രവാചകൻ പറയുന്നത്, എങ്കിൽ ആ ബാങ്കിന് ജവാബ് കൊടുക്കണം, ഉത്തരം നൽകണം എന്നാണ്. എന്ന് പറഞ്ഞാൽ പള്ളിയിൽ ഹാജരാകണം, പള്ളിയിൽ അറ്റൻഡ് ചെയ്യണം. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്, നിരവധി കാരണങ്ങൾ ഉണ്ടായിട്ടും അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം എന്ന സഹാബി മരണം വരെ മസ്ജിദുൻ നബവിയിൽ പ്രവാചകന്റെ പിന്നിൽ നിന്ന് ജമാഅത്തായി അദ്ദേഹം നിർവഹിച്ചുവെങ്കിൽ നമുക്ക് എന്ത് ഉദ്റാണ് പറയാനുള്ളത് എന്നാണ്. അദ്ദേഹത്തിന് വാഹനമില്ല, ദുർഘടമായ വഴി താണ്ടിയാണ് വരുന്നത്, കൈപിടിച്ച് പള്ളിയിലാക്കാൻ ഒരാളില്ല. അങ്ങനെയുള്ള അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം പള്ളിയിലെത്താണ്. നമുക്ക് എന്ത് ഉദ്റാണുള്ളത്? ഇതാണ് ഒരു തെളിവ്. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ വന്ന് ജമാഅത്തായി നിർവഹിക്കുക എന്നത് വാജിബാണ്. രണ്ടാമത്തെ തെളിവ്, ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സുബ്ഹി ജമാഅത്തിന് വന്നു. അവിടെ പല ആളുകളെയും സുബ്ഹി ജമാഅത്തിന് പള്ളിയിലില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ചില വാക്കുകളാണ്, വലഖദ് ഹമംതു അൻ ആമുറ ബിസ്സലാത്തി ഫതുഖാം, നിങ്ങളിൽ ഒരാളെ ഇമാമായി നിശ്ചയിച്ച് നമസ്കരിക്കാൻ, സുമ്മ ആമുറ റജുലൻ ഫയുസല്ലി ബിന്നാസ്, എന്നിട്ട് ജനങ്ങൾക്ക് ഇമാമായി നിൽക്കാൻ കൽപ്പിക്കുകയും, എന്നിട്ടോ സുമ്മ അൻതലിഖ മഈ ബിരിജാലിൻ മഅഹും ഹുസമും മിൻ ഹതം ഇലാ ഖൗമിൻ, എന്നിട്ട് വിറകു ശേഖരിച്ച ഒരു സംഘം ആളുകളെയും കൂട്ടി നമസ്കരിക്കാത്ത ലാ യശ്ഹദൂന സ്വലാ, നമസ്കാരത്തിന് എത്താത്തവരുടെ വീടുകളിലേക്ക് പോയി ആ വിറകുകൾ കൊണ്ട് ഫഉഹർരിഖ അലൈഹിം ബുയൂതഹും ബിന്നാർ, തീയിട്ട് കരിച്ചു കളഞ്ഞാലോ എന്ന് ഞാൻ വിചാരിച്ചു പോയി എന്നാണ്. നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും നമ്മൾ പറയുന്നത് പോലെ എന്തെങ്കിലും ഇല്ലാത്തത് പറയില്ല. ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞാൽ പ്രവാചകൻ വിചാരിച്ചത് കൊണ്ടാണ് പറഞ്ഞത്. ആരുടെ വീടുകളാണ്? സുബ്ഹി ജമാഅത്തിന് പള്ളിയിൽ അറ്റൻഡ് ചെയ്യാത്തവരുടെ വീടുകളിലേക്ക് പോയിട്ട് അവരുടെ വീടുകൾ കത്തിച്ചു കളഞ്ഞാലോ എന്ന് പ്രവാചകൻ ആഗ്രഹിച്ചു. ഈ ഹദീസിനെ വിശദീകരിക്കണം പണ്ഡിതന്മാർ പറയും, എത്ര ഗൗരവത്തോടെയാണ് പ്രവാചകൻ അതിനെ കൈകാര്യം ചെയ്തത്. ജമാഅത്ത് നമസ്കാരത്തിന്റെ ഗൗരവമാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി എന്തുകൊണ്ട് പ്രവാചകൻ അവിടെ വിറകിട്ട് ആ വീടുകൾ കത്തിച്ചു കളഞ്ഞില്ല? അതിന് പല കാരണങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അവിടെ നമസ്കാരം നിർബന്ധമല്ലാത്ത, ജമാഅത്ത് നമസ്കാരം നിർബന്ധമല്ലാത്തവർ ആ വീട്ടിലുണ്ട് എന്നാണ്. സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ അത് ചെയ്യാതിരുന്നത് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ജമാഅത്തായി തന്നെ നമ്മുടെ നമസ്കാരം എന്ത് ചെയ്യണം? കണിശമായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഇനി ജമാഅത്ത് നിർവഹിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്താണ്? പള്ളിയിൽ വന്ന് ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയാണ്? നമ്മൾ ളുഹർ ഒറ്റക്കല്ലാതെ ജമാഅത്തായ ഒരു സംഘം ചേർന്ന് നമസ്കരിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തഫ്ളുലു സലാത്തിൻ സലാത്തുൽ ജമാഅത്തി തഫ്ളുലു സലാത്തൽ ഫദ്ദി
ദർജ, 27 ഇരട്ടി പ്രതിഫലമാണ് ഒരാൾക്ക് ജമാഅത്തായി നിർവഹിക്കുന്നതിലൂടെ അയാൾക്ക് ലഭിക്കുന്നത് എന്നാണ്. മറ്റൊന്ന്, ജമാഅത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ധാരാളം ഗുണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരാണ്. അതിലൊന്ന്, അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് ലഭിക്കും എന്നാണ്. ഹദീസിൽ കാണാം, ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, വമാ കസുറ ഫഹുവ അഹബ്ബു ഇലല്ലാഹി തആല, അള്ളാഹുവിന്റെ ഇഷ്ടം അതിലൂടെ ജമാഅത്ത് നമസ്കാരത്തിലൂടെ ഒരാൾക്ക് ലഭിക്കുമെന്നാണ്. രണ്ടാമത്തത്, മുൻകഴിഞ്ഞ പാപങ്ങൾ അവനിലൂടെ പൊറുക്കപ്പെടുന്നതാണ്. ഒരു ദുഹ്ർ കഴിഞ്ഞ് അസ്വർ ജമാഅത്തിലേക്ക് വരുമ്പോ ആ നമസ്കാരങ്ങൾക്കിടയിലുള്ള ചെറുപാപങ്ങൾ അതിലൂടെ പൊറുക്കപ്പെടും എന്നും നമുക്ക് ഹദീസുകളിൽ കാണാം. ഗഫറല്ലാഹു ലഹു ദുനൂബഹു, അവന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുന്നതാണ്. മറ്റൊന്ന്, അവന്റെ പദവികൾ ഉയർത്തപ്പെടുമെന്നാണ്. ജമാഅത്ത് നിർവഹിക്കുന്നതിലൂടെ അവന്റെ ദറജകൾ ഉയർത്തപ്പെടും. ഹദീസിൽ കാണാം, ഇല്ലാ റഫഅഹുല്ലാഹു ബിഹാ ദറജ, അവന്റെ ദറജകൾ അല്ലാഹു ഉയർത്താതിരിക്കുകയില്ല ജമാഅത്തിൽ കൃത്യമായി പങ്കെടുക്കുന്നവരെ. അതേപോലെ തന്നെ ദൂരം കൂടുന്തോറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അവിടെ അവന്റെ കൂലിയും അവന്റെ പ്രതിഫലവും എന്ത് ചെയ്യും, വർദ്ധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅലമുൻ നാസി അജ്റൻ ഫി സ്വലാത്തി അബ്അദുഹും ഫഅബ്അദുഹും മംശ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ ജനങ്ങളിൽ ഏറ്റവും ഉന്നതർ പള്ളിയിൽ നിന്ന് ദൂരെയുള്ളവരാണ്, അവർക്ക് കൂടുതൽ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര നിഷ്ഠയാണ് ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് കാണിച്ചത്. വഫാത്താകുന്ന സമയത്ത് പോലും പ്രവാചകൻ ബോധരഹിതനായി വീഴുമ്പോഴും അവിടെ ബോധം തെളിയുമ്പോൾ പ്രവാചകൻ സഹാബികളോട്, പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് ചോദിക്കുന്ന എന്താണ്, അസ്വലാത്ത് അസ്വലാത്ത്, നമസ്കാരത്തിന്റെ കാര്യമാണ്. അല്ലെങ്കിൽ ജനങ്ങൾ നമസ്കരിച്ചോ എന്നാണ് പ്രവാചകൻ ആവശ്യപ്പെടുന്നത്. അപ്പോ പ്രവാചകന്റെ ഭാര്യമാർ പറയാണ്, ഹും യന്തളിറൂനക്, അവർ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ രോഗമായ ഏറെ ക്ഷീണിച്ച സമയത്ത് പോലും പ്രവാചകൻ ഫളൽ ഇബ്നു അബ്ബാസിന്റെയും അലി ഇബ്നു അബീ ത്വാലിബിന്റെയും ഷോൾഡറിൽ കൈവച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വേച്ച് പള്ളിയിലേക്ക് വന്ന ചരിത്രങ്ങൾ നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കുകയാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ജമാഅത്തുകളോടുള്ള സമീപനം എന്താണ്. അതേപോലെ നമുക്കറിയാം, കാത്തിരിക്കുന്നതിന് പോലും ഒരാൾ പള്ളിയിൽ നേരത്തെ വന്ന് അല്ലെങ്കിൽ ജമാഅത്ത് കഴിഞ്ഞ് ഒരാൾ പള്ളിയിൽ ഇരിക്കുമ്പോൾ ആ ഇരുത്തത്തിന് പോലും അയാൾ നമസ്കരിക്കുന്നത് പോലെയുള്ള പ്രതിഫലം ലഭിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. വല്ലദി യന്തളിറു സ്വലാ, ഒരാൾ നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നവൻ അവൻ നമസ്കാരത്തിൽ എന്ന പോലെയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. നമസ്കരിക്കാത്ത സമയത്തിനു പോലും അവിടെ പ്രതിഫലം ലഭിക്കുകയാണ്. നമസ്കാരത്തിന്റെ എന്ന കാരണത്തിന്റെ പേരിലാണ് അയാൾ ജമാഅത്തിന് പള്ളിയിലെത്തിയിരിക്കുന്നത്. അത് നേരത്തെ ആണെങ്കിൽ നമസ്കാരം കഴിഞ്ഞ് അതേ സ്ഥലത്ത് അയാൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിരിക്കുകയാണെങ്കിലും ആ സമയത്തെല്ലാം അയാൾക്ക് പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മലക്കുകളുടെ പ്രാർത്ഥന അയാൾക്ക് ലഭിക്കുന്നതാണ്. വതുസല്ലി യഅനി അലൈഹിൽ മലായികതു മാ ദാമ ഫീ മജ്ലിസിഹി അല്ലദി യുസല്ലി ഫീഹി അല്ലാഹുമ്മഗ്ഫിർ ലഹു അല്ലാഹുമ്മ അർഹംഹു മാ ലം യുഹ്ദിസ് ഫീഹി. മലക്കുകൾ ആ ഇരിപ്പിടത്തിൽ ഇരിക്കുന്ന സമയമത്രയും ജമാഅത്ത് കഴിഞ്ഞിരിക്കുന്ന ആ ആളുകൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. എന്താണ് അവർ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുവേ ഇയാൾക്ക് പുറത്തു കൊടുക്കണേ, അല്ലാഹുമ്മ അർഹംഹു, അല്ലാഹുവേ ഇയാൾക്ക് റഹ്മത്ത് ചൊരിയണമേ എന്ന് അയാളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അയാളുടെ വുളു നഷ്ടപ്പെടുന്നത് വരെ മലക്കുകൾ അയാൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കും എന്നും നമുക്ക് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ നമസ്കാരം നമുക്ക് കൃത്യമായും കണിശമായും ജമാഅത്തായി തന്നെ നമുക്ക് നിർവഹിക്കാൻ സാധിക്കണമെന്നാണ്. അതേപോലെ തന്നെ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും, പ്രത്യേകിച്ച് സുബഹി അതേപോലെ തന്നെ ഇശാ ജമാഅത്തുകളുടെ പ്രതിഫലം പ്രത്യേകമായി ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞത് കാണാൻ സാധിക്കും. സുബഹി ജമാഅത്തായി അല്ലെങ്കിൽ ഇശാ ജമാഅത്തായി നിർവഹിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ സല്ലൽ ഇശാ ഫീ ജമാഅത്തിൻ, ഒരാൾ ഇശാ നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചു, ആരെങ്കിലും അങ്ങനെ നിർവഹിച്ചാൽ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ, അവൻ രാത്രി പകുതി നമസ്കരിച്ചവനെ പോലെയാണ് എന്നാണ്. വമൻ സല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ, ഇനി അയാൾ സുബ്ഹി ജമാഅത്തായി ആരെങ്കിലും നിർവഹിച്ചാൽ ഫകഅന്നമാ സല്ലൽ ലൈല കുല്ല, രാത്രി മുഴുവൻ നമസ്കരിച്ചതുപോലെയാണ് അവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മാത്രമല്ല, ഒരാൾ സുബ്ഹി ജമാഅത്തായി നിർവഹിക്കുന്നതിലൂടെ അയാൾക്ക് ലഭിക്കുന്നത് അള്ളാഹുവിന്റെ ഒരു കാവൽ അയാൾക്ക് ഉണ്ടാകുന്നതാണ്.
നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും ജമാഅത്ത് നമസ്കാരങ്ങളോടുള്ള നമ്മുടെ സമീപനം എന്താണ് എന്നുള്ളതാണ്. ഈ ഹദീസുകളും ആയത്തുകളും എല്ലാം കേൾക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സ്വല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ, ആരെങ്കിലും ജമാഅത്തായി കൊണ്ട് സുബ്ഹി നമസ്കരിക്കുകയാണെങ്കിൽ ഫഹുവ ഫീ ദിമ്മത്തില്ലാ, അവൻ അള്ളാഹുവിന്റെ കാവലിലാണ് എന്നാണ്. നമ്മൾ നോക്കിയേ, അള്ളാഹുവിന്റെ സംരക്ഷണം, അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷൻ, ഏതെങ്കിലും ആളുകളുടെ കാവലല്ല, ഏതെങ്കിലും ഭൗതികമായ പ്രൊട്ടക്ഷനുകളല്ല, മറിച്ച് ലോകത്തിന്റെ സൃഷ്ടാവായ റഹ്മാനായ റബ്ബിന്റെ കാവൽ. സുബ്ഹി നമസ്കാരം ജമാഅത്തായി പള്ളിയിൽ നിന്ന് നമസ്കരിച്ച ഒരാൾക്ക് ലഭിക്കുന്ന എന്താണ്? അന്നത്തെ ദിവസം പൂർണ്ണമായും അയാൾ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് എന്നാണ്. എത്ര വലിയ നേട്ടമാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ ഹദീസിൽ കാണാം, ഹജ്ജും ഉംറയും ചെയ്ത കൂലി. മൻ സ്വല്ലൽ ഗദാത ഫിൽ ജമാഅത്തിൻ സുമ്മ ഖഅദ യദ്കുറുല്ലാഹ തആല തത്ലുഉ അശംസ സുമ്മ സ്വല്ലാ റകഅതൈനി. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും സുബ്ഹി നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചു, എന്നിട്ട് സൂര്യോദയം വരെ അള്ളാഹുവിന് ദിക്ർ എടുത്ത് അയാൾ അവിടെ ഇരിക്കുകയും ചെയ്തു, ശേഷം 2 റക്അത്ത് അയാൾ നമസ്കരിക്കുകയും ചെയ്താൽ അവൻ ഒരു ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ പറഞ്ഞു, താമ്മത്തിൻ താമ്മത്തിൻ താമ്മത്തിൻ, പരിപൂർണമായ പ്രതിഫലം, പരിപൂർണമായ പ്രതിഫലം, പരിപൂർണമായ പ്രതിഫലം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 തവണ പറയുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ജമാഅത്തിന്റെ വിഷയത്തിൽ പ്രത്യേകിച്ച് ഈ സുബ്ഹി ഇശാ നമസ്കാരങ്ങളെ പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞത്, മുനാഫിക്കുകളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം സുബ്ഹി നമസ്കാരം അവർക്ക് വലിയ ഭാരമാണ് എന്നാണ്. അതുകൊണ്ടാണ് ഇബ്നു ഉമറിനെ പോലെയുള്ള ചില സഹാബികളുടെ ഖൗലുകൾ നമുക്ക് കാണാം. പ്രവാചകന്റെ കൂട്ടത്തിൽ അവരുടെ കൂട്ടത്തിലുള്ള മുനാഫിക്കുകളായ കപടന്മാരെ തിരിച്ചറിഞ്ഞത് ഇബ്നു മസ്ഊദ് എങ്ങനെയായിരുന്നു? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ സുബ്ഹി ജമാഅത്ത് കഴിഞ്ഞ് ഞങ്ങളുടെ സൊഫുകളിലേക്ക് ഇങ്ങനെ നോക്കും. ആ സൊഫുകളിൽ ആരൊക്കെ ഹാജറില്ലയോ, ആബ്സെന്റ് ആണോ, അവരെ ഞങ്ങൾ തനിച്ച മുനാഫിക്കുകളായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഏതെങ്കിലും ഒരു സുബ്ഹിയെ പറ്റിയല്ല, തുടർച്ചയായി സുബ്ഹികൾ നഷ്ടപ്പെടുത്തുന്ന ആളുകളെ സഹാബികൾ മനസ്സിലാക്കിയത് അവർ മുനാഫിക്കുകളായിട്ടാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന അസ്തല സ്വലാത്തിന അലൽ മുനാഫിഖീന സ്വലാത്തുൽ ഇശാഇ വസ്വലാത്തുൽ ഫജ്ർ. മുനാഫിഖുകൾക്ക് ഏറ്റവും ഭാരമേറിയ 2 നമസ്കാരങ്ങൾ ഇശായും അതേപോലെ തന്നെ ഫജ്റുമാകുന്നു എന്ന ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? അതിന്റെ പ്രതിഫലം എങ്ങാനും ആളുകൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ വലൗ യഅലമൂന മാ ഫീഹിമാ ലഅതൗഹുമാ വലൗ ഹബ്വ, അവർക്കതിന്റെ പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ മുട്ടിലിഴഞ്ഞിട്ടാണെങ്കിലും അവർ സുബ്ഹി ജമാഅത്തിന് പള്ളിയിൽ എത്തുമായിരുന്നു എന്നാണ്. ഇവിടൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ശബ്ദം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്, ജമാഅത്തുകളോടുള്ള നമ്മുടെ സമീപനം എന്താണ്? വീട്ടിൽ നിന്ന് സുബ്ഹി നമസ്കരിക്കുന്നവരാണോ നമ്മൾ? എങ്കിൽ നമ്മൾ ചെയ്യുന്നത് മഹാ തെറ്റാണ്, മഹാ അപകടമാണ്, മഹാ അപരാധമാണ്. കാരണം പണ്ഡിത ലോകം ഈ ഹദീസുകൾ ആയത്തുകളെ വെച്ച് ചർച്ച ചെയ്യുന്നത് അത് വാജിബാണ് എന്നാണ്. നമുക്ക് രോഗിയാണോ, ഉദറുകളുണ്ട്. യാത്രക്കാരനാണോ, ഇളവുകളുണ്ട്. നമുക്ക് യാത്രയിലാണെങ്കിൽ ഈ 2 റക്അത്തായി നമുക്ക് ളുഹുറും അസ്റൊക്കെ നിർവഹിക്കാനുള്ള ഇളവുകൾ, റുഖ്സകൾ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ അതൊന്നുമില്ലാതെ ഒരു ന്യായവും നമുക്ക് പറയാനില്ല, ഒരു ഉദറും പറയാനില്ല. നമ്മൾ വീട്ടിലുണ്ട്, നമ്മൾ ആരോഗ്യവാനാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തൊട്ടടുത്തുള്ള പള്ളിയിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഹാജരാകണം, ജമാഅത്തിൽ അറ്റൻഡ് ചെയ്യണം എന്നാണ് ഈ ഹദീസുകളും ആയത്തുകളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെതായ രൂപത്തിൽ സുബ്ഹിയുമായി ബന്ധപ്പെട്ട് സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് പോലും ഹദീസുകളിൽ പ്രത്യേക പരാമർശം വന്നു. റക്അത്ത ഖബ്ലൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് അത് ദുനിയാവും അതിലുള്ളത് മുഴുവൻ ഒരാൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഖൈറാണ് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഓർക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് യഥാർത്ഥത്തിൽ നമസ്കാരം എന്ന് പറയുന്നത്. അതാണ് വലദിക്റുല്ലാഹി അക്ബർ. ഏറ്റവും വലിയ ദിക്റാണ് യഥാർത്ഥത്തിൽ നമ്മൾ നിർവഹിക്കുന്ന നമസ്കാരം എന്ന് പറയുന്നത്. അള്ളാഹുവുമായിട്ടുള്ള മുനാജാത്താണ്, സ്വകാര്യമായ രഹസ്യ സംഭാഷണമാണ് ഒരടിമ അള്ളാഹുവുമായി നിർവഹിക്കുന്നത്. നാളെ പരലോകത്ത് ചെന്നു നിൽക്കുമ്പോൾ ആദ്യമായി നമ്മുടെ വിചാരണകളിൽ, അമലുകളിൽ ആദ്യം ഹിസാബിനെടുക്കുന്നത് നമ്മുടെ നമസ്കാരത്തിന്റെ വിഷയത്തിലാണ്. അവിടെ ആരാണോ പരാജയപ്പെടുന്നത് അവൻ എല്ലാം പരാജയപ്പെട്ടു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവിടെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ആരാണ്
വിജയിക്കുന്നത് അവന് ശേഷമുള്ളത് അവന് വിജയകരമായി പൂർത്തിയാക്കാൻ പറ്റുമെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അനുഭവിക്കുന്ന നേറുന്ന പ്രശ്നങ്ങൾക്ക് നമസ്കാരം കൃത്യമായി നമ്മൾ നിർവഹിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയത്തിനൊരു സമാധാനവും സ്വസ്ഥതയും ഒരാൾക്ക് നമസ്കാരത്തിലൂടെ അവന് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. ആളുകൾ ടെൻഷനുകള്, ഡിപ്രഷനുകള്, പുതിയ കാലഘട്ടത്തിൽ ആളുകൾ പല നിലക്കുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ അനുഭവിക്കുമ്പോൾ ആളുകൾ ലഹരിയുടെ പിന്നാലെ, മറ്റു പലതിന്റെ പിന്നാലെ, ചില യുവതികളും യുവാക്കളും ഒക്കെ ആത്മഹത്യയുടെ വക്കിലേക്കൊക്കെ എത്തിപ്പോകുന്നത് കാണാൻ പറ്റും. എന്നാൽ ഒരാൾ ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് അയാൾ നമസ്കരിക്കുകയും അള്ളാഹുവിനെ ഓർക്കുകയും ചെയ്താൽ അവന്റെ ഹൃദയങ്ങൾ സമാധാനം അടയുമെന്നാണ് വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയങ്ങൾക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുന്ന ഒരു മാർഗം അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെയാണ്. അപ്പൊ അള്ളാഹിനെ ഓർക്കുന്നതിലൂടെ, അള്ളാഹുവിനെ ഓർക്കാനുള്ള ഏറ്റവും നല്ല മാർഗം നമസ്കാരമാണ്. കാരണം നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബാധിക്കാനിരിക്കുന്ന എല്ലാ തിന്മകളെയും നമസ്കാരം തടയുന്നതാണ്. മൊബൈൽ ഹറാമുകൾ, സ്വകാര്യതകളിൽ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ ആളുകൾ ഹറാമായ കാഴ്ചകളിലേക്ക് പോവുകയാണ്. യഥാർത്ഥത്തിൽ നമസ്കാരം അത് അവനെ തടയുന്നതാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. മ്ലേച്ഛമായ, മോശമായ എല്ലാ തെറ്റുകളിൽ നിന്നും നമസ്കാരം ഒരു വ്യക്തിയെ തടയുമെന്നാണ്. ഈ ആയത്ത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് സംശയം ഉണ്ടാകും, നമസ്കരിച്ചിട്ടും ഒരാൾ തെറ്റിലേക്ക് പോകുന്നു, നമസ്കരിച്ചിട്ടും ഒരാൾ ലഹരിയിലേക്ക് പോകുന്നു, നമസ്കരിച്ചിട്ടും ഒരാൾ അധർമ്മങ്ങളിലേക്ക് പോകുന്നു. അവിടെയാണ് ചില പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ഇവിടെ ഷെയ്ഖ് റബി അൽ മദ്ഖലി ഹഫിളഹുല്ലാ അദ്ദേഹം പറയാണ്, ഫൈദാ റഅയ്ത മൻ യഅതിയൽ ഫഹ്ശാ വൽ മുൻകർ. നീ ഒരാളെ കാണുകയാണ്, ഒരു തിന്മകൾ ചെയ്ത, ഫാഹിഷത്തുകൾ ചെയ്ത, തിന്മകളിലൂടെ കടന്നു പോകുന്ന ഒരാളെ നീ കാണുകയാണെങ്കിൽ നീ മനസ്സിലാക്കുക, ഫൈമാ ഇന്നഹു ലാ യുസല്ലി, അവൻ നമസ്കരിക്കാത്ത ആളാണെന്ന് നീ മനസ്സിലാക്കുക. നമസ്കരിക്കുന്ന ആളാണെങ്കിൽ തന്നെ അവൻ തിന്മ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ നിസ്കാരത്തിൽ നിന്ന് നിസ്കരിക്കുന്നവനെ തിന്മകളെ അവനെ തടയുന്നുണ്ടല്ലോ. അവിടെയും ഷേഖ് അതിന് ഉത്തരം തരാണ്, വഇമ്മാ അൻ ഫീ സ്വലാത്തിഹി ഖലലുൻ, അവന്റെ നമസ്കാരത്തിൽ ന്യൂനതകൾ ഉണ്ട് എന്ന് നീ മനസ്സിലാക്കുക. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് തിന്മകളിൽ നിന്ന് പ്രൊട്ടക്ഷൻ നൽകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം എന്താണ്? നമ്മുടെ നിസ്കാരം പെർഫെക്റ്റ് അല്ല എന്നാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഖുശൂഉം ആ ഭയഭക്തിയും ആ നമസ്കാരത്തിന്റെ കൈഫിയത്തും ആ നമസ്കാരത്തിൻ്റെതായ നമ്മുടെ മനസ്സാന്നിധ്യവും ഇല്ലാത്ത നമസ്കാരങ്ങളായിരിക്കാം ഒരുപക്ഷെ. അങ്ങനെയുള്ള നമസ്കാരം കൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമസ്കാരം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത്. ഇതിനെ കണിശമായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ ധാരാളം ഉപദേശം കൊടുത്തപ്പോ അതിലൊരു ഉപദേശം എന്താണ്? വലാ തത്റുകന്ന സ്വലാത്തൻ മക്തൂബത്തൻ മുതഅമ്മിദൻ. നിർബന്ധ നമസ്കാരങ്ങളെ ബോധപൂർവം നീ ഉപേക്ഷ വരുത്തരുത് എന്നാണ്. അങ്ങനെ ഉപേക്ഷ വരുത്തിയാലോ ഫഖദ് ബരിയതു മിൻഹു ദിമ്മത്തില്ലാ, അള്ളാന്റെ സംരക്ഷണത്തിൽ നിന്ന് നീ ഒഴിവാകും. അങ്ങനെ ഒഴിവാക്കിയാൽ എന്നാണ്. അതുകൊണ്ട് നമസ്കാരം ഒഴിവാകുന്നതിനെയും നമ്മൾ വളരെ ഗൗരവത്തിലൂടെ നമ്മൾ നോക്കിക്കാണണം. കാരണം നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് നരകത്തിൽ ഒരു പ്രത്യേക ഇടമുണ്ട് എന്നാണ്. സൂറത്തു മുദ്ദസിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം പറയുന്നുണ്ട്. സ്വർഗക്കാരും നരകക്കാരും തമ്മിൽ പരസ്പരം അവർ സംസാരിക്കുന്നുണ്ട്. ഫീ ജന്നാത്തിൻ യതസാഅലൂൻ. സ്വർഗക്കാര് നരകക്കാരോട് ചോദിക്കും, നരകത്തിൽ എവിടെയാണ് അവരുള്ളത്? സഖർ എന്ന തലയോട്ടിയെ കരിച്ചു കളയുന്ന നരകത്തിലാണ് അവരുള്ളത്. അവരോട് ചോദിക്കുന്നതാണ്, മാ സലഖകും ഫീ സഖർ, എങ്ങനെയാണ് സഖർ എന്ന നരകത്തിൽ നിങ്ങൾ വന്നുപെട്ടത്? അപ്പൊ നരകക്കാര് സ്വർഗക്കാരോട് പറയാണ്, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിരുന്നില്ല. ഇതാണ് അവരുടെ മറുപടി. അപ്പൊ നമസ്കരിക്കാത്തവർ സഖർ എന്ന അതിഭീകരമായ നരകത്തിലാണ് അവരുണ്ടാവുക എന്നാണ്. അതുകൊണ്ട് തന്നെ നമസ്കാരം ഒഴിവാക്കുക എന്നത് ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അലാഉസ്സലാത്ത വത്തബഉ ശഹവാത്ത്, മുൻഗാമികൾ അവർ വലിയ വിപത്തുകളിലേക്ക് അവർ ചെന്നുപെട്ടത് നമസ്കാരം ഒഴിവാക്കുകയും തന്നിഷ്ടങ്ങളെ അവർ പിൻപറ്റുകയും ചെയ്തപ്പോഴാണ് ഫസൗഫ യൽഖൗന ഗയ്യ, അവർ ദുർമാർഗങ്ങളിൽ അകപ്പെട്ടു പോയത് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്ര ഗൗരവമുള്ള വിഷയത്തെ നമ്മൾ പലപ്പോഴും റമദാനിലൊക്കെ വളരെ നിഷ്ഠമായി, വളരെ കണിശമായി നമ്മൾ നിർവഹിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ റമദാനൊക്കെ കഴിഞ്ഞ് നമ്മൾ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പള്ളിയുടെ അവസ്ഥകൾ എന്താണ്? പലരും ജമാഅത്തുകൾക്ക് ആളുകൾക്ക് സമയം കിട്ടുന്നില്ല, ആളുകൾ ജമാഅത്തുകളിലേക്ക് എത്തുന്നില്ല. അവിടെയാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തു നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, റിജാലുൻ, ചില ആളുകൾ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ, അവരുടെ കച്ചവടമോ മറ്റു വ്യവഹാരങ്ങളോ അൻ ദിക്രില്ല, അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന്
അവരെ തടയുകയില്ല എന്നാണ്. യഥാർത്ഥ മുഅ്മിനീങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. ഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സക്കാ, അവർ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാണ്, സക്കാത്ത് നൽകുന്നവരാണ് എന്നാണ്. നിങ്ങൾ ഖുർആനിൽ എവിടെ നോക്കിയാലും സ്വല്ലു എന്ന് നമുക്ക് കാണാൻ കഴിയില്ല. ഇഖാമത്തിസ്സലാ, അഖാമുസ്സലാ, അഖീമുസ്സലാ എന്ന പ്രയോഗങ്ങളാണ്. നമസ്കാരം കൃത്യമായി നിർവഹിക്കുക എന്ന പ്രയോഗമാണ് ഖുർആൻ പറഞ്ഞത്. എന്നിട്ട് ഈ ആളുകൾ കച്ചവടമോ വ്യവഹാരമോ അവരെ നിർബന്ധ നമസ്കാരത്തെ തടയാതിരുന്നതിന്റെ കാരണം ഖുർആൻ പറയാണ്, യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, അവരുടെ കണ്ണുകൾ കണ്ണഞ്ചി പോകുന്ന ഒരു ദിവസത്തെ അവർ ഭയപ്പെടുന്നു എന്നാണ്. ഹൃദയങ്ങളും കണ്ണുകളും ഇളകിമറിയുന്ന ഒരു ദിവസത്തെ ഭയപ്പെടുന്നത് കാരണമാണ് അവരുടെ ദുനിയാവിന്റെ ഒരു കാര്യവും അവരെ ഈ ജമാഅത്തുകളിൽ നിന്ന്, നമസ്കാരങ്ങളിൽ നിന്ന്, ദീനിന്റെ ഇത്തരം ഇബാദത്തുകളിൽ നിന്ന് അവരെ തടയാതിരിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഹയ്യ അലൽ ഫലാ, ഹയ്യ അലസ് സ്വലാ എന്ന വിളികൾ, നമുക്ക് പള്ളിയിലേക്കുള്ള വരവ്, അത് നമുക്ക് നിർബന്ധ ബാധ്യതയാണ്. ആ നിർബന്ധ വിളിയെ നമ്മൾ എന്ത് ചെയ്യണം? ജവാബ് കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇനി എന്തുകൊണ്ട് നമ്മൾ എത്തിപ്പെടുന്നില്ല എന്നതിന് വേറെ ചില ഉത്തരങ്ങളുണ്ട്. നമുക്ക് ഒരുപക്ഷെ ദുനിയാവിന്റെ പല കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ വലുതായി തോന്നുന്നത്. പരലോകം എന്നത് കേവലം ഒരു പുകമറയായി നമ്മുടെ ഹൃദയത്തിൽ ഉറക്കാത്തത് കൊണ്ടായിരിക്കാം പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ വലിയ വീഴ്ചകൾ നമുക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി നമ്മൾ ജമാഅത്ത് നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുന്ന ഒരു ജീവിത ശൈലി നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധ്യമാകുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ഇബാദത്താണ് ബലി എന്ന് പറയുന്നത്, ബലികർമ്മം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇസ്ലാമിൽ ഈദുൽ അദ്ഹയുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി നിശ്ചയിച്ച ദുൽഹിജ്ജയിൽ പ്രത്യേകമായി അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് നിശ്ചയിച്ച ഒരു വലിയ ശ്രേഷ്ഠകരമായ ഇബാദത്താണ് നഹർ അഥവാ ബലികർമ്മം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട്, ബലികർമ്മവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായം സൂറത്തുൽ കൗസറിലെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ കൽപ്പന വിശ്വാസികളോട് പറഞ്ഞു, ഫസല്ലി ലിറബ്ബിക വൻഹർ, നിന്റെ രക്ഷിതാവിനു വേണ്ടി, നിന്റെ റബ്ബിനു വേണ്ടി നീ നമസ്കരിക്കുകയും വൻഹർ, ബലി അർപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. അപ്പോൾ ബലികർമ്മം എന്നത് നമസ്കാരം എന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ നമസ്കാരം എന്ന ഏറ്റവും മഹത്തരമായ ഇബാദത്തിന്റെ ചേർത്തു പറഞ്ഞ ഒരു ഇബാദത്താണ് യഥാർത്ഥത്തിൽ ബലികർമ്മം. പക്ഷെ പലപ്പോഴും ആളുകൾ ഉദ്ഹിയ്യത്ത് എന്ന ആ ഇബാദത്തിൽ, മുസ്ലിം സമൂഹത്തിൽ പലരും അതിൽ അശ്രദ്ധരാണ്. സമ്പത്തുള്ളവർ പോലും ആ കർമ്മത്തിലേക്ക് പൂർണ്ണമായും വരാൻ മടിക്കുന്ന ആളുകൾ ഇന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പണ്ഡിത ലോകത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ സൂറത്തു കൗസറിലെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. ഖസ്സ ഹാത്തൈനിൽ ഇബാദത്തൈനി ബിദ്ദിക്രി ലിഅന്നഹുമാ മിൻ അഫ്ളൽ ഇബാദാത്തി വഅജല്ലിൽ ഖുർബാത്ത്, ഈ രണ്ട് ആരാധനകളെ പ്രത്യേകമായി അള്ളാഹു സ്മരിച്ചതിന്റെ കാരണം അവ രണ്ടും ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠവും റബ്ബിന്റെ അടുക്കലേക്ക് ഉന്നതമായ സാമീപ്യം ലഭിക്കുന്നതുമായ ഇബാദത്താണ് ഏത്? ബലികർമ്മം എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ മുഫസ്സിറുകൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ഇവിടെ നമുക്കറിയാം, ദുൽഹിജ്ജയിലെ പ്രത്യേകമായി നമുക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു ഇബാദത്ത്, ഏത് സമയത്തും എന്ത് ചെയ്യാം, നമുക്ക് ബലികർമ്മം നടത്താം. എന്നാൽ പ്രത്യേകമായി യൗമുൻ നഹ്റിൽ അല്ലെങ്കിൽ അയ്യാമുത്ത് തശ്രീഖിന്റെ ദിവസങ്ങളിൽ നമുക്ക് ബലികർമ്മം എന്നത് പ്രത്യേകമായി പഠിപ്പിക്കപ്പെടുകയാണ്. ഇവിടെ ബലി കഴിവുള്ള ആളുകൾ ബലികർമ്മം നടത്തണം എന്ന വിഷയത്തിൽ പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസമേ ഇല്ലാത്ത കാര്യമാണ്. കഴിവുള്ളവർ എല്ലാം എന്ത് ചെയ്യണം? ബലികർമ്മത്തിൽ പങ്കാളികളാവണം എന്നുള്ളത്. എന്നാൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുള്ളത് നിർബന്ധമാണോ സുന്നത്താണോ എന്ന വിഷയത്തിൽ മാത്രമാണ് ചർച്ചയുള്ളത്. എന്നാൽ ചില ഹദീസുകളെ വെച്ചുകൊണ്ട് അതിന്റെ ഗൗരവം നമ്മൾ അറിയിക്കുന്ന ചില ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ബലികർമ്മത്തിന്റെ, ഉദ്ഹിയ്യത്തിന്റെ ശ്രേഷ്ഠത കാണിക്കുന്ന ഹദീസുകളുടെ ആധിക്യം അത്രയധികം ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ കടം വാങ്ങിയിട്ടാണെങ്കിലും അത് നിർവഹിക്കണം എന്ന് പറയാൻ കാരണം
അത്രയും അധികം ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നു എന്നതാണ്. ഒരു ഹദീസ് ഇങ്ങനെയാണ്, മൻ വജദ സഅതൻ ലിഅൻ യുളഹിയ ഫലം യുളഹി, ഉളഹിയത്തിന് കഴിവുണ്ടായിട്ടും ബലി അറുക്കാത്തവൻ. റസൂലുള്ളാഹിന്റെ അടുത്ത പരാമർശമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫലാ യഹ്ലുർ മുസല്ലാന, അവൻ നമ്മുടെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്നാണ്. മുസല്ല കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈദുൽ അദ്ഹയാകുന്ന ബലി പെരുന്നാൾ നടക്കുന്ന ഈദ് മുസല്ലയിലേക്ക് അവൻ വരേണ്ടതില്ല എന്നാണ്. നമ്മൾ ഒരാളോട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇതിന്റെ ഗൗരവം? ഇങ്ങോട്ട് വരണ്ട എന്ന രൂപത്തിൽ പ്രവാചകൻ ബലി കർമ്മത്തിന് കഴിവുണ്ടായിട്ടും അതിൽ ചേരാത്തവൻ, അതിൽ കഴിവുണ്ടായിട്ടും ബലി അറുക്കാത്തവൻ ഫലാ യഹ്ലുർ മുസല്ലാന, നമ്മുടെ മുസല്ലയിലേക്ക് അവൻ വരേണ്ടതില്ല. ഈ പരാമർശം ഇത്ര ഗൗരവത്തിൽ ഉണ്ടായിരിക്കെ ഈ വിഷയത്തിൽ നമ്മൾ ലാഘവം കാണിക്കുന്ന ഒരു അവസ്ഥ എന്ത് ചെയ്യരുത്, നമുക്കൊരിക്കലും ഉണ്ടാകരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ എന്ത് ചെയ്യണം, ഈ ദുൽഖഅദയുടെ ഈ അവസാനത്തിലൂടെ നമ്മൾ പോകുമ്പോൾ അതിനുവേണ്ടി നിയത്താക്കുകയും അതിൻ്റെതായ ശ്രമങ്ങൾ നമ്മൾ നടത്തുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ബലി ആരുടെ പേരിൽ ആണ്? അള്ളാഹുവിന്റെ പേരിൽ മാത്രമാണ് ബലികർമ്മം. പുരാതന കാലം മുതലേ ഓരോരുത്തരും അവരുടേതായ ആൾദൈവങ്ങൾക്ക് മുമ്പിൽ ദൈവത്തിന്റെ പ്രീതി ലഭിക്കാൻ വേണ്ടി ബലികർമ്മം എന്നത് മുമ്പ് കാലങ്ങളിലൊക്കെ നടപ്പിലുണ്ടായ ഒരു കാര്യമാണ്. എന്നാൽ ഇസ്ലാം പറയുന്നത് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ മാത്രമാണ് അള്ളാഹുവിലേക്ക് വണങ്ങുന്നതിനുള്ള ഒരു രൂപമായി ഇസ്ലാം വിശുദ്ധ ഖുർആനിലൂടെ ബലികർമ്മത്തെ പരിചയപ്പെടുത്തി തരികയാണ്. ഇവിടെ ബലികർമ്മം എന്നത് പ്രവാചകന്റെ പേരിലോ ബദരീങ്ങളുടെ പേരിലോ അതല്ലെങ്കിൽ മൊയ്തീ ഷേഖിന്റെ പേരിലോ മറ്റ് ആളുകളുടെ പേരിലോ ഒന്നും അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലികർമ്മം നിർവഹിക്കാൻ പാടില്ല. ബലി അള്ളാഹുവിന്റെ പേരിൽ മാത്രമാണ്. കാരണം അത് ഇബാദത്താണ്. അള്ളാഹു അല്ലാത്തവരുടെ പേരിലാകുമ്പോൾ അത് ശിർക്കാണ്. ബലികർമ്മം എന്ന ഇബാദത്ത് അള്ളാഹു അല്ലാത്ത ഇന്ന ഷെയ്ഖിന്റെ പേരിൽ, ഇന്ന വലിയിന്റെ പേരിൽ ഞാൻ പിന്നെ ഉരുവിനെ അറുക്കുന്നു എന്നൊരാൾ പറഞ്ഞാൽ അയാൾ ശിർക്ക് ചെയ്തു. വമൻ യുശ്രിക് ബില്ലാഹ് ഫകഅന്നമാ ഖറ മിനസ് സമാ, അവൻ ആകാശത്തു നിന്ന് വീണവനെ പോലെയാണ്. അവൻ നരകത്തിൽ ശാശ്വതനാണ്. അവന് സ്വർഗം നിഷിദ്ധമാണ്. അത്രയും വലിയ പാപമാണ് യഥാർത്ഥത്തിൽ അള്ളാഹു അല്ലാത്തവരിലേക്ക് ബലികർമ്മമാകട്ടെ ഏത് ആരാധനകളാകട്ടെ അള്ളാഹു അല്ലാത്ത വ്യക്തികളിലേക്ക്, ശക്തികളിലേക്ക്, വസ്തുക്കളിലേക്ക് ഒരാളുടെ ആരാധനകൾ തിരിഞ്ഞാൽ അതൊക്കെ വലിയ ശിർക്കാണ്, ശിർക്കുൽ അക്ബറാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ഈ ഉദ്ഹിയ്യത്തിന്റെ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകമായ ശ്രദ്ധ നമ്മളിൽ ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഇബാദത്തുകളൊക്കെ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ളത്. നമുക്കറിയാം, നമ്മുടെ മക്കൾ ഒരു വെക്കേഷൻ കാലഘട്ടത്തിലൂടെയാണ് അവരെന്ത് ചെയ്യണത്, പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ വെക്കേഷൻ സമയത്ത് നമുക്കറിയാം മക്കളുടെ വിഷയത്തിൽ ആശങ്കപ്പെടാത്ത രക്ഷിതാക്കളില്ല. അവർക്ക് കൃത്യമായി ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന മഹത്തായ സംരംഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ 21-ാം തീയതി ചൊവ്വാഴ്ച ഒരു വൺ ഡേ ക്യാമ്പായി സമ്മറൈസ് എന്ന പേരിൽ ഒരു മോറൽ സ്കൂൾ നടക്കുകയാണ്. ലഹരിയുടെ, മതനിരാസത്തിന്റെ, ലിബറൽ ചിന്തയുടെ, പ്രണയക്കണികളുടെ ഇത്തരം പുതിയ കാലഘട്ടത്തിൽ മക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരത്തിന്റെ വഴി യഥാർത്ഥത്തിൽ ദീൻ പറഞ്ഞു കൊടുക്കുക, അത് പഠിപ്പിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഇത്തരം ക്യാമ്പുകളിലേക്ക് നമ്മളെ എത്തിക്കുക എന്നതാണ് വ്യത്യസ്ത പരിഹാരങ്ങളിൽ ഒരു പരിഹാരം. ഇത്തരം ദീനീ സംരംഭങ്ങളിലൊക്കെ നമ്മളെ കുട്ടികളെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. മെയ് 21-ാം തീയതി ആണ്, ബുധനാഴ്ചയാണ്, രാവിലെ 8:30 മുതൽ വൈകിട്ട് വരെയുള്ള പ്രോഗ്രാം എലാങ്കോട് വെച്ച് നടക്കുകയാണ്. നമ്മുടെ കുട്ടികളെ അതിലേക്ക് പറഞ്ഞയക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ മതയുക്തിവാദികൾ, ലിബറൽ വാദികൾ മുസ്ലിം ചെറുപ്പക്കാരികളെയും വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ കിണഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. ഇത്തരം ഇസ്ലാമിനെതിരെയും പ്രവാചകനെതിരെയുമുള്ള നിരന്തരമായ ശ്രമങ്ങൾ കുറച്ചു കാലങ്ങളായി ഇവിടെ വളരെ വലിയ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയുള്ള പ്രതിരോധം തീർക്കുകയാണ് യഥാർത്ഥത്തിൽ ഡയലോഗ് എന്ന പേരിൽ നമ്മുടെ പ്രോഗ്രാമുകൾ. അതിനുള്ള ഓപ്പൺ ഡിബേറ്റ്, ഇത്തരം മതയുക്തിവാദികൾക്ക് തുറന്നു ചോദിക്കാനുള്ള അവസരം നൽകുന്ന ഒരു പ്രോഗ്രാം നാദാപുരത്ത് വെച്ച് 25-ാം തീയതി വൈകുന്നേരം ഒരു തുറന്ന ഒരു ഓപ്പൺ ഡിബേറ്റ് തന്നെ സംഘടിപ്പിക്കുകയാണ്. ആ പ്രോഗ്രാമിലും നമ്മളെല്ലാവരും പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ശ്രമങ്ങളും അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ, നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് കടബാധ്യതകൾ കൊണ്ട് സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന
ധാരാളം ആളുകളുണ്ട്. അള്ളാഹു ഇനി അവർക്കെല്ലാം അവരുടെ പ്രയാസങ്ങൾ പരിഹരിച്ചു കൊടുക്കണമേ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ ധാരാളം മുഅ്മിനീങ്ങൾ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, പണ്ഡിതന്മാർ, അല്ലാഹു ഇനി അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ, പ്രത്യേകിച്ച് ഫലസ്തീനിലെ മുസ്ലിമീങ്ങൾ, അല്ലാഹു ഇനി അവർക്കെല്ലാം നിർഭയത്വവും സമാധാനവും രക്ഷയും നൽകി അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم إنا نسألك الجنة. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.